എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചാർലി ജോസഫ് കാനഡയിൽ നിന്നും മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അരികിൽ എത്തിയിരിക്കുകയാണ്. കാലാവസ്ഥ ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നു. സമ്മർ മാറി, ഫോള് വന്നു. അതിനുശേഷം ഇപ്പോൾ വിൻ്റർ ആയിരിക്കുകയാണ്. തണുപ്പിൻ്റെ ഒരു ആധിക്യം ഇങ്ങനെ കയറി വരുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ചെയ്യുന്നത്. ഇവിടെ കണ്ടുവരുന്ന പലവിധമായ കാര്യങ്ങളുണ്ട്. അതിൽ സമ്മറിൽ കഴിഞ്ഞ് വിൻ്റർ വരുമ്പോൾ കാണുന്ന ഒരു വ്യത്യസ്തമായിരിക്കുന്ന ഒരു കാഴ്ച, അത് കാനഡയിൽ മാത്രമല്ല ശൈത്യമുള്ള ഏത് രാജ്യത്തും കാണുന്ന ഒരു കാര്യമാണ്. അത് ഇവിടുത്തെ മരങ്ങളാണ്. ആ മരങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ സംഭാഷിക്കുന്നത്. എന്താണ് ഈ മരങ്ങളുടെ പ്രത്യേകത? ഒരു സമയത്ത് നല്ല പച്ച നിറത്തിലുള്ള ഇലകൾ ഉണ്ടായിരുന്ന മരങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾക്ക് കാണുമ്പോൾ അറിയാം, ഒരു ഇല പോലും ഇതിലില്ല. ഈ ഇലകൾ മുഴുവനും അത് പൊഴിച്ച് വരാനിരിക്കുന്ന ശൈത്യത്തെ അത് എതിരേൽക്കുവാൻ വേണ്ടി വളരെ തയ്യാറായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ചെറിയ മരങ്ങളാണ് ഈ കാണുന്നത്. വിൻ്ററിന് വരുന്നതിന് മുമ്പ് സമ്മർ സമയത്തൊക്കെ വളരെ മനോഹരമായ ഒരു പാർക്കായിരുന്നു ഇത്. ഇതിൻ്റെ ഭംഗിക്ക് കുറവൊന്നും വന്നിട്ടില്ല. ഓരോ കാലാവസ്ഥയ്ക്കും അതിൻ്റേതായിരിക്കുന്ന ഭംഗിയും ഐശ്വര്യവുമുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് ഇതൊരു വ്യത്യസ്തമായ ശീതരാജ്യങ്ങളിൽ മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ്. ചെറിയ മരങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ നാം കാണുന്ന ഈ വൻ മരങ്ങൾ പോലും അവയുടെ മനോഹാരിതയെ വിളിച്ചു കാട്ടുന്ന ആ നല്ല ഇലകളെ മുഴുവനും പൊഴിച്ചുകൊണ്ട് അത് ഈ കാലാവസ്ഥയ്ക്ക് അനുസൃതമായി അത് മാറിക്കൊണ്ടിരിക്കുക. ഈ മരങ്ങൾക്കോ അതിൻ്റെ ഇലകൾക്കോ അതികഠിനമായ ശൈത്യത്തെ അതിജീവിക്കുവാൻ സാധിക്കുന്നില്ല. അതിന് മരങ്ങൾ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും അതിലെ ഇലകളെ മുഴുവനും പൊഴിച്ചുകൊണ്ടാണ് അത് ശൈത്യത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. ഈ പാർക്കിൻ്റെ മറ്റൊരു വശത്ത് കാണുന്ന ഒരു മരമാണിത്. സമ്മർ ടൈമിൽ ഈ മരത്തിൻ്റെ നിറം പച്ച നിറമായിരുന്നു. എന്നാൽ ഇന്ന് വിൻ്ററിനോട് അടുക്കുന്ന, ശൈത്യത്തോടടുക്കുന്ന ഈ സമയത്ത് ഈ മരവും അതിൻ്റെ ഇലകളുടെ നിറങ്ങളെ മാറ്റി അവയെ പൊഴിച്ചുകൊണ്ട് വരുന്ന അതികഠിനമായ ശൈത്യത്തെ വരവേൽക്കുവാൻ വേണ്ടി ഈ മരവും തയ്യാറെടുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. വസന്ത കാലാവസ്ഥയിൽ ഈ പാർക്കിൻ്റെ ഒരു ഭാഗത്ത് നിന്നിരുന്ന ഈ വൻ മരങ്ങൾക്ക് മനോഹാരിത പകർന്നു കൊടുത്ത ഇലകളാണ് ഇന്ന് ഈ പാർക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നാം പൊഴിഞ്ഞു കിടക്കുന്നതായിട്ട് കാണുന്നത്. മുൻപോട്ടുള്ള മാസങ്ങളിൽ കടന്നു വരുന്ന അതികഠിനമായ ശൈത്യത്തെ അതിജീവിക്കുവാൻ വേണ്ടി ഈ മരങ്ങൾ അവയ്ക്ക് ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾക്കനുസൃതമായി അവയുടെ രൂപപ്രകൃതിയെയും അവയ്ക്ക് മനോഹാരിത പകർന്നവയെയും അവ മാറ്റുകയാണ്. എന്നാൽ അതേ പാർക്കിൻ്റെ തന്നെ മറ്റൊരു ഭാഗത്ത് ഇലകൾ പൊഴിച്ച മരങ്ങളുടെ നടുക്ക് ഒരു കൂസലുമില്ലാതെ ഏത് കഠിന കാലാവസ്ഥയും അതിജീവിക്കുവാൻ വേണ്ടി തയ്യാറായി നിലനിൽക്കുന്ന ഒരു കൂട്ടം മരങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവയ്ക്ക് നിറങ്ങൾക്കൊരു മാറ്റം വന്നിട്ടില്ല. ഈ മരങ്ങളുടെ ഇലകൾക്ക് ഒരു വ്യത്യാസവും കടന്നു വന്നിട്ടില്ല. അതേ പാർക്കിൽ തന്നെ മരങ്ങൾ ഇലകൾ പൊഴിഞ്ഞ് തയ്യാറെടുക്കുമ്പോൾ ഇവ തയ്യാറെടുക്കുന്നില്ല. ഇംഗ്ലീഷിലൊരു ചൊല്ല് ഇപ്രകാരമുണ്ട്: പൈൻ സ്റ്റേസ് സ്ട്രോങ്ങർ ഡ്യൂറിങ് ദ വിൻ്റർ. അതികഠിനമായ ശൈത്യത്തിലും ഈ പൈൻ മരങ്ങൾ വളരെ ശക്തിയോടുകൂടി നിലനിൽക്കുന്നു. ഈ മരങ്ങൾക്ക് നാം കണ്ട ഈ പാർക്കിലെ ഓരോ മരങ്ങൾക്കും നമ്മുടെ ജീവിതവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. ഇല പൊഴിയുവാൻ വേണ്ടി തയ്യാറെടുക്കുന്ന മരം, ഇല പൊഴിഞ്ഞു നിൽക്കുന്ന മരം, എന്നാൽ ഒരു കാലാവസ്ഥയും കൂസാതെ ഏത് കഠിന ശൈത്യത്തെയും അതിജീവിക്കുവാൻ തയ്യാറായി, ഏത് സാഹചര്യത്തെയും അതിജീവിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം മരങ്ങൾ. നാം കണ്ട ആ പൈൻ മരത്തിൻ്റെ ഇലകളാണിത്. സൂചിയുടെ മുന പോലെ നിൽക്കുന്നതാണ് ഈ മരത്തിൻ്റെ ഇലകൾ. ഇപ്രകാരമുള്ള രൂപപ്രകൃതി ഈ മരത്തിൻ്റെ ഇലകളുടെ ഉള്ളിലുള്ള ജലാംശത്തെ പുറത്തേക്ക് കളയാതെ വേണം ഈ മരത്തിന് ആവശ്യമായിരിക്കുന്ന ഓജസ് പകർന്നു കൊടുക്കുവാൻ ഏത് കാലാവസ്ഥയും അതിജീവിക്കുവാൻ വേണ്ടി ഈ മരത്തെ തയ്യാറെടുക്കുന്നു. മറ്റുള്ള മരങ്ങളുടെ ഇലകൾ വിസ്തൃതപൂർണമായിരിക്കുമ്പോൾ ഈ മരത്തിൻ്റെ ഇലകൾ ഈ മരത്തെ ഏത് കാലാവസ്ഥയും അതികഠിനമായിരിക്കുന്ന ശൈത്യത്തെയും അതിജീവിക്കുവാൻ വേണ്ടി അതിനെ പ്രാപ്തമാക്കുന്നു. മരത്തിൻ്റെ ജീവൻ നിലനിൽക്കുന്നത് അതിൻ്റെ ഇലയിലുള്ള ജലാംശത്തിലാണ്. ആ ജലാംശത്തെ എത്രത്തോളം അതിനെ പിടിച്ചു നിർത്തുവാൻ കഴിയുന്നുവോ അത്രത്തോളം ഈ പൈൻ മരങ്ങൾക്ക് ഏത് കഠിന കാലാവസ്ഥയും അതിജീവിക്കുവാൻ കഴിയും. ഇന്ന് നാം കണ്ട
ശൈത്യ കാലാവസ്ഥയെ എതിരേൽക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുന്ന മരങ്ങളെ പോലെയാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും നമ്മളായിരിക്കുന്നത്. ജീവിതത്തിൽ സന്തോഷവും നന്മകളും ഉണ്ടാകുമ്പോൾ ആ വലത്തുവശത്ത് കാണുന്ന ആ മരത്തെ പോലെ വളരെ വർണ്ണാഭമായിരിക്കും, നല്ല നല്ല മുഖശോഭയായിരിക്കും നമ്മുടെ മുഖത്തേക്ക് നോക്കിയാൽ. എന്നാൽ ഒരു പ്രയാസമോ പ്രതിസന്ധിയോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഒരു പക്ഷേ ഇലകളെല്ലാം പൊഴിഞ്ഞു നിൽക്കുന്ന ആ മരത്തെ പോലെ ആയിരിക്കും. എന്നാൽ നമ്മളെ നിർമ്മിച്ച നമ്മളുടെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഏത് സാഹചര്യം വന്നാലും ഈ നിൽക്കുന്ന പൈൻമരം പോലെ നാം ആയിരിക്കണമെന്നുള്ളതാണ്. അതിന് നമ്മളെ പ്രാപ്തമാക്കുന്ന എന്താ? ഈ പൈൻമരത്തിന് ശൈത്യകാലമെന്നോ ശരത്കാലമെന്നോ വേനൽക്കാലമെന്നോ ഒരു പ്രശ്നമില്ല. ഏത് സീസണിൽ വന്ന് നമ്മൾ നോക്കിയാലും ഈ മരം ഇങ്ങനെ തന്നെ ഇവിടെ കാണുവാനിടയായിത്തീരും. അതിനെ പ്രാപ്തമാക്കുന്നത് നാം കണ്ടതുപോലെ നാം കേട്ടതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള ജലാംശമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിലുള്ള സന്തോഷവും നമ്മളുടെ ഉള്ളിലുള്ള സമാധാനവും നഷ്ടമായി പോയി കഴിഞ്ഞാൽ ഈ മറ്റു വശങ്ങളിൽ കാണുന്ന മരങ്ങളെ പോലെ ആയിരിക്കും നമ്മൾ. വൻ മരങ്ങളായിരിക്കാം, വലിയ പണവും പ്രതാപവും വലിയ പേരും പ്രശസ്തിയും നമുക്കുണ്ടായിരിക്കാം. പക്ഷേ പുറമേ നോക്കുമ്പോൾ സന്തോഷം തോന്നിപ്പിക്കുന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ അതുപോലെ ആയിരിക്കാം. എന്നാൽ ഇപ്രകാരമുള്ള ഒരു ജീവിതം നമ്മൾക്ക് നയിച്ചെടുക്കണമെങ്കിൽ എന്താണ് അതിനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത്? തിരുവചനത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 38 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന ഏവനും എൻ്റെ അരികിൽ കടന്നു വരട്ടെ, ഇച്ഛിക്കുന്ന ഏവനും എൻ്റെ അരികിലേക്ക് കടന്നു വരട്ടെ, അവന് ഞാൻ ജീവജലത്തിൻ്റെ ഉറവുകളെ പകരുവാനിടയായിത്തീരും. അവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. യോഹന്നാൻ തന്നെ ആ ഭാഗത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ പറയുന്നത് യേശു ക്രിസ്തു ഇത് പറഞ്ഞത് താൻ പകരുവാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ശമരിയ സ്ത്രീയുടെ സംഭവം പറയുന്ന ആ അധ്യായത്തിലും കർത്താവായ യേശു ക്രിസ്തു ഈ ഭാഗം ഉദ്ധരിക്കുന്നുണ്ട്. നിന്നോട് ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ജീവനുള്ള വെള്ളം ചോദിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ പൈൻ മരത്തിൻ്റെ ഓജസ്സും തേജസ്സും അതിനെ പിടിച്ചു നിർത്തുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ജലാംശമാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തെയും ഏത് കാലാവസ്ഥയും ഏത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനെയും ഏത് അതികഠിനമായിരിക്കുന്ന സാഹചര്യത്തെയും അതിജീവിക്കുവാൻ നമ്മളെ സഹായിക്കുന്നത് യേശു കർത്താവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധ ആത്മാവ് ഒന്നു മാത്രമാണ്. മനുഷ്യരാരുമല്ല, ഭാര്യയല്ല, ഭർത്താവല്ല, മക്കളല്ല, അപ്പനല്ല, അമ്മയല്ല, സഹോദരിയല്ല, സഹോദരനല്ല, പണമല്ല, സാലറിയല്ല, പേച്ചക്കല്ല, ഉപയോഗിക്കുന്ന വില കൂടിയ വാഹനങ്ങളല്ല. നമ്മളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ഒരു അംശം നമുക്ക് ഫീൽ ചെയ്യുവാൻ കഴിയുന്നെങ്കിൽ, പരിശുദ്ധ ആത്മാവിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, ജോലി നഷ്ടമായിക്കൊള്ളട്ടെ, വീട് നഷ്ടമായിക്കൊള്ളട്ടെ, ഇയ്യോബിനെ പോലെ എല്ലാം നഷ്ടമായിക്കൊള്ളട്ടെ, ഇയ്യോബ് പറഞ്ഞതുപോലെ നമുക്കും പറയുവാൻ കഴിയും, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി ജീവിക്കുവാനിടയായിത്തീരും. എന്നാൽ ഈ മരങ്ങളെ പോലെ അവയുടെ ഉള്ളിലുള്ള ജലാംശത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ഇലകളും അവയുടെ ഉള്ളിലെ വെള്ളവും നഷ്ടമായി പോയപ്പോൾ ആ മരങ്ങളുടെ എല്ലാം രൂപം മാറുവാനിടയായിത്തീർന്നു. കാരണം അതിന് ആ ജലാംശത്തെ സ്റ്റോർ ചെയ്യുവാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായില്ല. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, ഈ മരത്തിന് ഇങ്ങനെ മാറുവാൻ കാരണം മറ്റ് മരങ്ങളിൽ നിന്നും അതിൻ്റെ ഇലകളിൽ നിന്നും വ്യത്യസ്തമായി അതൊന്ന് അഡാപ്റ്റ് ചെയ്യുവാനിടയായിത്തീർന്നു. നമ്മളുടെ ഉള്ളിലും പരിശുദ്ധ ആത്മാവ് നമ്മളുടെ ഉള്ളിൽ ആവസിക്കണമെങ്കിൽ, ആ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ നിലനിൽക്കണമെങ്കിൽ മറ്റ് വ്യക്തികളെ പോലെ മറ്റ് മനുഷ്യരെ പോലെ ഒരു ജീവിതം ജീവിച്ചാൽ നമുക്കതിന് കഴിയുകയില്ല. അതിനു പകരം ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന, തിരുവചനത്തിൽ കേന്ദ്രീകൃതമായിരിക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകട്ടെ. അതിന് സഹായിക്കുന്ന സഭയുമായിട്ടും അതിനെ സഹായിക്കുന്ന കൂട്ടായ്മകളുമായിട്ടും വ്യക്തികളുമായിട്ടും നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാകട്ടെ. അങ്ങനെയെങ്കിൽ നമ്മളുടെ ജീവിതം ഏത് അതികഠിനമായിരിക്കുന്ന സാഹചര്യത്തെയും ഏത് പ്രയാസത്തെയും ഏത് പ്രതികൂലത്തെയും ഓവർകം ചെയ്യുവാൻ ഈ സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കുവാൻ ഇടയായിത്തീരും. അതിനായി എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും യേശു കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ വീഡിയോ വാച്ച് ചെയ്തതിന് നിങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണും വരേക്കും ദൈവം നിങ്ങളേവരെയും സൂക്ഷിക്കുകയും നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.